ഞങ്ങൾ പറഞ്ഞു 5 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ കാര്യം ഇവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ആരവനെ സംരക്ഷിക്കും? ആര് സംരക്ഷിക്കും? അതുപോലെ ഇവരാരും കൂടി ഞങ്ങൾ ഏൽപ്പിക്കുന്നില്ല സംരക്ഷിക്കാൻ. അവിടെ കഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നത് ഞങ്ങൾ അവനെ നോക്കി ഇവിടെ ഇപ്പൊ താമസിക്കും. ഞങ്ങൾക്ക് വേണം നാളെ വേണം ഞങ്ങൾ മാറും. അതിന് ഞാൻ ഒരു മയ്യും. അത് ശരി, ഇതെല്ലാം കൂടി ഇപ്പം നമ്മൾ നിലയ്ക്കായോ? ഞാൻ നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സ് അല്ല, എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ സംസാരിച്ചത് 21 വയസ്സുള്ള കുട്ടിയുടെ കാര്യമാണ്. ഇയാളത് ചുരുക്കി ഏകദേശം 5 വയസ്സിലേക്ക് കൊണ്ടെത്തിച്ചല്ലോ. അപ്പോൾ വിഷയം ഇപ്പോൾ ഇവിടെ ഋതപ്പൻ, 5 വയസ്സുള്ള ഋതപ്പൻ്റെ കാര്യമാണ് മൂപ്പര് സംസാരിക്കുന്നത്. ഈ ഇൻ്റർവ്യൂ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. അതായത് മഴവിൽ കേരളം, പഴയ മഴവിൽ കേരളം, അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പേര് മെയിൻ സ്ട്രീം 1 എന്നാണ് ഈ ചാനലിൻ്റെ പേര്. ഇതിൽ വന്നിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിന് ചെറിയൊരു പോർഷനാണ് കണ്ടിട്ടുള്ളത്. ഞാൻ ഉച്ചയ്ക്ക് ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിരുന്നു. ഇതിന് മുന്നല്ല, അതായത് റോഹൻ്റെ ചാനലിൽ വെറൈറ്റി മീഡിയയിൽ വന്നിട്ടുള്ള ഒരു പോർഷൻ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തിരുന്നു. റിയാക്ട് ചെയ്ത സമയത്ത് രേണു അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട് ഇനിയുള്ളത് തങ്കം ചേട്ടൻ്റെ വരവാണെന്ന്. തങ്കം ചേട്ടൻ്റെ കിണ്ടി നല്ല അടിപൊളിയായിട്ട് ആറാടി പോയി. നിങ്ങൾ ആ ഇൻ്റർവ്യൂ എത്ര പേര് കണ്ടു? ഞാൻ കംപ്ലീറ്റ് ഇൻ്റർവ്യൂ പ്ലേ ചെയ്യില്ല, നിങ്ങൾക്ക് അവിടെ പോയി കാണാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് പുള്ളി പറയുന്ന കാര്യങ്ങൾ ഞാൻ ഏകദേശം 2 പ്രാവശ്യം, എനിക്ക് പരീക്ഷയ്ക്ക് പോലും ഞാൻ നമ്മളിത്ര ഉറക്കൊളിച്ചിരുന്ന് കണ്ടിട്ടുണ്ടായിരിക്കുക. 2 പ്രാവശ്യം ഞാൻ പുള്ളിയുടെ ഇൻ്റർവ്യൂ കണ്ടു. മൂപ്പര് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. മൂപ്പര് ഭാഗത്ത് ന്യായമുണ്ട്. എപ്പോന്നറിയോ? സ്വന്തമായിട്ട് കയ്യിലുള്ള കാശ് മുടക്കിയിട്ട് വെച്ച വീടാണ്. അതിലൊരു കോൺട്രാക്ടറോ അല്ലെങ്കിൽ പണിക്കാരോ നമ്മൾ ഏൽപ്പിച്ചിട്ട് അവർ കള്ളപ്പണി എടുത്തു, അല്ലെങ്കിൽ വേറെ രീതിയിൽ പണിയെടുത്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവർ പണിയെടുത്തു, എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് അഭിപ്രായം പറയുന്നതിൽ മേക്സ് മോർ സെൻസ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ടാണ് ആ വീട് പണിതതെങ്കിൽ ഇത് ഡിഫറെൻ്റാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചിന്തിക്കേണ്ടത് അറിയോ? ഒരു 8-10 മാസം പുറകിലേക്ക് ചിന്തിക്കൂ. അന്ന് ഇതുപോലെ സംസാരിക്കാനുള്ള ധൈര്യം പുള്ളിക്ക് ഉണ്ടാവുമായിരുന്നോ? ഇന്നിപ്പോൾ ഈ ധൈര്യം ഉണ്ടായത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി ആ അടുത്തിരിക്കുന്ന ആളുടെ സിറ്റുവേഷൻ കൊണ്ടാണ്. അതായത് രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തി അടുത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം സിനിമയും കാര്യങ്ങളൊക്കെ കിട്ടി, ഇപ്പോൾ ഒന്ന് ഉഷാറായി നടക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ ആണ്, ബിഗ് ബോസിലേക്ക് ചാൻസ് കിട്ടി. ബിഗ് ബോസിലേക്ക് രേണു സുധിയുടെ എൻട്രി കൺഫേം ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് കാരണം. ഇതിൻ്റെയൊക്കെ ബലത്തിലാണ് തങ്കച്ചൻ ചേട്ടൻ ഇപ്പോൾ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞ എന്താ വിഷയം എന്നറിയോ? നിങ്ങൾ ഈ ഇൻ്റർവ്യൂ കണ്ടോ എന്നുള്ള അറിയില്ല. നോക്കൂ, നമ്മൾ ഉന്നയിച്ച വിഷയം എന്താ? അടിസ്ഥാനപരമായിട്ട് വീട് കുട്ടികൾക്കുള്ളതാണ്. കുട്ടിക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടില്ല. വീട് കുട്ടികൾക്കുള്ളതാണ്. ഒരു കുട്ടി അവിടെ ഓൾറെഡി ഉണ്ട്. അതിനവർ കെയർ ചെയ്യുമായിരിക്കാം, അറിയില്ല. അതവരുടെ കുട്ടിയാണ്, അവർ കെയർ ചെയ്യാതിരിക്കുകയോ ഒക്കെ. പക്ഷേ മൂത്തവൻ്റെ വീഡിയോ ഒന്ന് വളരെ സ്പഷ്ടമാണ്. ഞാൻ അതൊക്കെ പോട്ടെ, ഇപ്പോൾ കിച്ചു കൊടുക്കുന്ന നിലപാടിന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. എന്താണെന്നറിയോ? ഇതിൽ നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സും നിങ്ങളെപ്പോലുള്ള കാണുന്ന വ്യക്തികൾ, കമൻ്റ് ഇടുന്ന ആൾക്കാർ പറയുന്നതിൽ കാര്യമുണ്ട് എന്നുള്ളത്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ കിച്ചു ഈ സമയത്തിനുള്ളിൽ മിണ്ടേണ്ട സമയം കഴിഞ്ഞു. കാരണം ഇവർ രണ്ടുപേരും ഇങ്ങനെ കിടന്ന് ന്യായീകരിക്കുന്ന സമയത്ത് കിച്ചു ഒരു ഒറ്റ വാക്ക് പറഞ്ഞത്, ഞാൻ എൻ്റെ എല്ലാ വീട്ടിലും അതാ പറഞ്ഞത്. കിച്ചു വന്നിട്ട് പറയണേ ഈ ഇതിനൊന്നുമില്ല, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഇളിഞ്ഞില്ലേ? അത് ഇത്രയും വൈകിക്കാണ് പറയാമെന്നുള്ളതിൻ്റെ അർത്ഥം അതിലെന്തോ സംഭവമുണ്ട്. എന്തായാലും ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗം ഞാൻ പ്ലേ ചെയ്യാം. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു സംഭവം പറയാട്ടോ. രേണുസുതി ഇങ്ങനെ ആവുന്നതിൽ, രേണുസുതി അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ ഇതുപോലെ ആവുന്നതിൽ വലിയ അതിശയമൊന്നും വേണ്ട. കാരണം ഇയാളുടെ ഒരു മെൻറ്റാലിറ്റി ഏകദേശം കണ്ടു കഴിഞ്ഞ സമയത്ത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഇത് പറഞ്ഞിരുന്നല്ലോ, ദാനം കിട്ടിയ പശുവിൻ്റെ പല്ല് ചുഴിയോ എന്തൊക്കെ എണ്ണി നോക്കരുത് എന്നുള്ളത്. 10 ചെറിയൊരു എണ്ണ ആളാണ് മകളെങ്കിൽ എനിക്ക് തോന്നുന്നു വമ്പൻ ഈ പരിപാടി, ഈ പ്രശ്നങ്ങളുടെ കംപ്ലീറ്റ് ആണിക്കല്ലുണ്ടല്ലോ, ആ വീട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിൻ്റെ കംപ്ലീറ്റ് ആണിക്കല്ല് ഈ തങ്കച്ചനാണെന്നുള്ളത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ ജസ്റ്റ് ഒന്ന് മനസ്സിരുത്തി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് കണ്ടാൽ മനസ്സിലാവും. ഒരു കാര്യം നിങ്ങൾ ആ ഇൻ്റർവ്യൂ കണ്ടവർ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇവർ ആ ഇൻ്റർവ്യൂ ത്രൂ ഔട്ട്, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലിപ്പ് അത് ആദ്യം തന്നെ പ്ലേ ചെയ്യാൻ കാരണം എന്താ അറിയോ? കുട്ടീനെ നോക്കുമോ? അല്ല, കുട്ടീനെ നോക്കേണ്ടത് നമ്മളാ. കുട്ടീനെ നോക്കേണ്ടത് അച്ഛനും അമ്മയാണ്. അച്ഛൻ പോയി കഴിഞ്ഞാൽ അമ്മയാണ് കുട്ടീനെ നോക്കേണ്ടത്, അല്ലാതെ നാട്ടുകാരല്ല നോക്കേണ്ടത്. എന്താണ് ആ ഡയലോഗ് അറിയോ? കൊച്ചിനെ നിങ്ങൾ നോക്കുക, ഫിറോസിനോടൊക്കെ നോക്കാൻ പറയണേ. എന്തിനാണ് ഫിറോസ് നോക്കണത്? ഫിറോസാണോ നോക്കേണ്ടത്? അമ്മ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആൾക്കാരെ നോക്കണം. പക്ഷെ അതിനൊരു മര്യാദ വേണം. നമ്മൾ സംസാരിച്ചതെന്താ വെച്ചാൽ ഇവർ ആ ത്രൂ ഔട്ട് ഇൻ്റർവ്യൂ പറയുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അവർ പറയുന്നത് ഋതപ്പനാണ്. പക്ഷെ അതിൻ്റെ മുന്നേ ഒരുത്തം ഉണ്ടായിട്ടുണ്ട് കൊല്ലോ സുധിക്ക്, മനസ്സിലായോ? ഇതൊക്കെ അയാളോട് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഞാനിതൊന്നും കാണാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ സംഗതികൾ പറഞ്ഞു പോയി. അടിസ്ഥാനപരമായിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ നിന്ന് എനിക്ക് മനസ്സിലായ സംഭവം പറയട്ടെ.
ഈ കോൺട്രാക്ടർ ഫിറോസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള KHയുടെ ഫിറോസും ഈ വ്യക്തിയും തമ്മിൽ ഭയങ്കര ഉള്ളിലടിയുണ്ട്. ഇതൊന്നും അല്ല വിഷയം. സംഗതി ഞാൻ നിങ്ങൾക്ക് എത്ര പേര് എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുമെന്ന് പറയും. നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായിട്ടും പറയണം. നിങ്ങൾ ആ വീഡിയോ പറ്റുമെങ്കിലും അതൊന്നും കൂടി കണ്ട് താല്പര്യമുള്ളവർ കിട്ടും. അത് സമയം കളഞ്ഞ് കാണണമെന്നല്ല പറയുന്നത്. ആ വീഡിയോ ഒന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ആ വീട്ടിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? ഇയാളെന്നെ ആ വീട്ടിൽ പറയുന്നുണ്ട് വീടിൻ്റെ പടവ് നന്ന് വാർപ്പ് നന്ന് ഇതിലൊന്നും യാതൊരു കുഴപ്പം പുള്ളിക്കില്ല. പുള്ളിക്ക് തറയുടെ പ്രശ്നം. ഞാനൊരു വീട് ഉണ്ടാക്കിയതാണ്, പിന്നെ ഓൾറെഡി ഇപ്പോൾ ഒരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ റിലേറ്റഡ് ആയിട്ടൊക്കെ സംസാരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നത് ഇയാൾ പറഞ്ഞതാണ് കേട്ടോ. പ്ലാസ്റ്ററിങ് അതായത് പിന്നെ ലീക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഈ വീടിൻ്റെ പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നത് ജിപ്സമാണ്. ജിപ്സം പ്ലാസ്റ്ററിങ് ആണ് ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇയാളുടെ ഒരു കാഴ്ചപ്പാട് പ്രകാരം തേച്ചിട്ടാണ്, പഴയ ഒരു കോൺസെപ്റ്റ് പ്രകാരം മണലും ഇതൊക്കെ വെച്ചിട്ട് തേച്ചിട്ടാണ് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് പുട്ടിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ അതിന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ വൃത്തി ഉണ്ടാവുള്ളൂ, നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ. നേരെ മറിച്ച് ജിപ്സം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത്, നമ്മൾ ഈ പരിമിതമായ നോളേജാണ്. എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന അറിയുന്ന കാര്യം കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എന്താണ് അഭിപ്രായം എന്നുള്ളത്. അതായത് ജിപ്സം പ്ലാസ്റ്ററിങ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടും. പക്ഷേ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മളവിടുത്തെ കാലാവസ്ഥയ്ക്ക് അത് പറ്റില്ല. അപ്പോൾ ഒരു AC റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗൾഫിലൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ കംപ്ലീറ്റ് ആയിട്ട് ആ റൂം കംപ്ലീറ്റ് AC ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ എന്ന് വെച്ചാൽ എക്സ്ട്രീം ക്ലൈമറ്റ്, എക്സ്ട്രീം ചൂട് വരിക, എക്സ്ട്രീം തണുപ്പ് വരിക, ക്ലൈമറ്റ് മാറി മാറി വരിക, മഴ വരിക, വെള്ളം നനയുക, ഇതുപോലുള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് വന്നാലും ജിപ്സം പൊളിഞ്ഞു പോരും. അത് ജിപ്സമായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അത് കുഡ് ബി എനി റീസൺ അല്ലേ. നല്ല വീട് നല്ല ഫിനിഷിങ്ങിൽ നിന്ന് കാരണം വലിയ കോസ്റ്റ് ഡിഫറൻസ് ആണ്. സ്ക്വയർ ഫീറ്റിന് വലിയ ഞാനിപ്പോൾ എന്തിനാണ് ഇവിടെ ഈ ക്ലാസ് എടുക്കുന്നതെന്നല്ലേ, അത് പോട്ടെ, വലിയ കോസ്റ്റ് ഡിഫറൻസ്. അപ്പോൾ ഇയാളുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഇത് അടർന്നു പോരുക. ഈ അടർന്നു പോരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ജിപ്സം പ്ലാസ്റ്ററിങ് ഇതുവരെ വളരെ ക്ലിയർ ഉണ്ട്. ഒക്കെ പോട്ടെ, എന്തായാലും ഈ വീട് റിലേറ്റഡ് ആയിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതുള്ളൂ. ഈ വീട് റിലേറ്റഡ് ആയിട്ട് ഇവർ തമ്മിൽ ഭയങ്കര ഈഗോ പ്രശ്നം, ഭയങ്കര അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ KHDയും ഈ തന്തപ്പൊടിയും തമ്മിൽ നല്ല അടിയാണ്. ആ അടിയുടെ ഭാഗമായിട്ട് രേണു സുധി മനഃപൂർവ്വം ചാനലുകളെ കൊണ്ട് പറയിപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഔട്ട് ഓഫ് തിൻ എയർ ഏതോ ഒരു ക്യാമറാമാൻ എന്തിന് രേണു സുധിനോട് ചോദിക്കണമെന്ന് ചോർച്ചേനെ കുറിച്ച് നിങ്ങൾ ആ വീഡിയോ ഒന്നും കൂടി എടുത്തു നോക്കൂ. രേണുസുധിയുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഷീ വാസ് എക്സ്പെക്ടിങ് ദിസ് ക്വസ്റ്റ്യൻ. അല്ലാതെ റാൻഡം ആയിട്ടൊരു ക്വസ്റ്റ്യൻ പോലെ എനിക്ക് തോന്നുന്നില്ല. അവർ എക്സ്പെക്ട് ചെയ്തിട്ടാണ് നിന്നിരുന്നത് ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ വരും എന്നുള്ളത്. ആ ഒരൊറ്റ ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ ഉള്ളിലൂടെ നടന്നിട്ടുള്ള ഈ അടി നടന്നത്, അതായത് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ പ്രശ്നങ്ങൾ വന്നു എന്ന് ഇയാൾ പറയുന്നുണ്ട്. വീടിൻ്റെ ഗതി അധോഗതിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും സംസാരിച്ചെന്താ, വീടിൻ്റെ ഉൾഭാഗം വൃത്തിയില്ല. അത് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. അപ്പോൾ ഇവർക്ക് എന്താ, അതിനെ കൗണ്ടർ ചെയ്യണമെങ്കിൽ വീടിൻ്റെ ഉൾഭാഗത്തെ വൃത്തിയല്ല, വീടിന് തന്നെ സുരക്ഷയിലെ വീട് തന്നെ പൊട്ട പണിയാണ്, വളരെ മോശം പണിയാണ് ഇവർ സ്ഥാപിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഫിറോസിനെ അവിടെ അറ്റാക്ക് ചെയ്യാൻ പറ്റും, കാരണം ഇവർ തമ്മിൽ അടിപൊളിയും പ്രശ്നങ്ങളുണ്ടല്ലോ, അത് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കേസിൽ വീടിൻ്റെ ഉള്ളിലുള്ള അലങ്കോലമായി കിടക്കുന്ന സംഭവം കാര്യങ്ങളൊക്കെ മറയ്ക്കാൻ പറ്റും. മൂന്നാമത് ഇവരെടുത്തിട്ട് കുട്ടിയുടെ കാര്യം എന്ന് പറയുന്ന സമയത്ത് ഇവർ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷെ ഇവർ മറക്കുന്നൊരു സംഭവമാണ്, ഇതിന് മൂത്തൊരു കുട്ടിയുണ്ട്, അതിൻ്റെ പേരും കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് പറയണ്ടേ. ജസ്റ്റ് 1-2 പ്രാവശ്യം പറഞ്ഞു പോവല്ലാതെ മക്കൾക്ക് വേണ്ടിയിട്ടാണെന്നല്ല പറഞ്ഞത്. ആ 5 വയസ്സിൽ അത് ഞാൻ ആ ഫസ്റ്റ് ക്ലിപ്പ് എടുത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ രേണു സുധി വളരെ നൈസായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. എനിക്കെന്തോ അങ്ങനെ തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഈ പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് എങ്ങനെയെങ്കിലും പുറത്തേക്ക് എത്തിക്കണം. കാരണം ഫിറോസിനോട് തന്തപ്പടി പറഞ്ഞിട്ടും ഫിറോസ് കേൾക്കുന്നില്ല. കാരണം ഇയാളുടെ സംസാരത്തിന് എനിക്ക് തോന്നുന്നില്ല പൈസ കൊടുത്ത് പണിത ആൾക്കാർ പോലും ഉണ്ടില്ല. മനസ്സിലായോ? പൈസ കൊടുത്ത് ചെയ്ത ആൾക്കാർ പോലും ഇയാളുടെ ആ ഒരു ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡിൽ നിൽക്കാത്ത കാലത്ത് ഇതുപോലെ ഒരു ഔദാര്യം എന്നല്ല പറയുന്നത്, ഒരു സഹായം ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കും അത് ഉണ്ടായെന്നുള്ള ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും 10 മാസം മുന്നേ എന്താണ് ഉണ്ടായതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുള്ള സിറ്റുവേഷനിൽ ഇയാൾ മൈൻഡ് ചെയ്യും തോന്നുന്നുണ്ടോ? ഇത് പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് റാൻഡമായിട്ടല്ല, രേണു സുധി വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് ആ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടറോട് ചോദിച്ചു. അവർ ചോദിപ്പിച്ച് മേലെ നൈസായിട്ട് ഇറക്കി. ഇതൊരു പക്ക ഗെയിമാണ്, പക്ക ഗെയിം. ഇപ്പം രേണുവിനെ സംബന്ധിച്ച് പ്രശ്നമില്ല. കാരണം ഇനി ഏകദേശം ഓഗസ്റ്റ് 3-ാം തീയതി വരെ 37 പുറത്ത് കാണുള്ളൂ. അയാൾ ഉള്ളിൽ പോവും. ഇപ്പോൾ കുഴപ്പമില്ല, 10 മാസം താമസിക്കാനല്ല, അത്യാവശ്യം നല്ലൊരു വീട് കിട്ടി. കിച്ചു അപ്പുറത്താണ്, അവൻ്റെ കാര്യം ഇനി നോക്കേണ്ട കാര്യമില്ല. ഇവരിനി നേരെ പുതിയ വീട്ടിലേക്ക് താമസം വരും, വല്ല വാടകയ്ക്ക് എന്തെങ്കിലും താമസം മാറി കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ പേയ്മെൻറ്റും പ്ലസ് ഇവരുടെ അഭിനയിക്കുന്ന കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് ഇവിടെ ചിലവും കാര്യങ്ങളും കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇവർക്ക് വളരെ ക്ലിയർ ആയിട്ട് വാടകയ്ക്ക് താമസിക്കാം, ഇവർക്ക് താമസിക്കുകയും ചെയ്യാൻ യാതൊരുവിധ പ്രോബ്ലം ഇല്ല. കൊല്ലം സുധിക്ക് ഒരു അമ്മ ആരോ ഉണ്ട്, എന്തോ അവിടെ കഥ, മൂത്ത മകണ്ട്, അങ്ങനെയായിട്ട് പോകും. ഈ മറ്റേത് ഈ ലൈനായിട്ടാണ് പോകും.
കിച്ചു ഇതിലേക്കൊന്നും ഇടപെടാൻ വരുന്നില്ല. എനിക്ക് തോന്നുന്നു അവൻ അത്യാവശ്യം അവൻ യൂട്യൂബ് ചാനൽ മോണിറ്റൈസായി വരുമാനമുണ്ട്, അവൻ്റെ വഴിക്കുമ്പോൾ ഈ കുടുംബം സ്പ്ലിറ്റായി എന്ന് തോന്നുന്നുണ്ട്. ഒരു കമൻറ്റൊക്കെ ഞാൻ കണ്ടു, ഈ കുടുംബം നമ്മൾ പിരിച്ചു. നമ്മൾ ഒരു പിരിയും പിരിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. ഞാനിപ്പോൾ ഈ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ടും പല ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ടൊക്കെ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ പരിപാടികളെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് പോട്ടെ. എന്തായാലും ഇയാൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. വീടിൻ്റെ കാര്യം എന്തോ ആയിക്കോട്ടെ, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇയാളെ തലയിൽ കൂടി ഫാന് വീണെന്നുള്ളതോ എന്തൊക്കെയോ സംഗതികൾ. ഫിറോസ് വന്ന് ബുൾഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയ പോലെ നിരത്തുന്നു. അതിനിടയ്ക്കേ ഈ അമ്മ ആഹാ കേട്ടോ, നിങ്ങൾ ആ സീന് കണ്ടോ? ഞാൻ ഒന്നും കൂടി വെച്ചാൽ ഞാൻ അതിനാണ്ട് ഈ ക്ലിപ്പ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ഈ ചാനലിൻ്റെ ഭാഗത്തു നിന്ന് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. കാരണം ഇവർ നമ്മളായിട്ട് അത്ര സുഖമല്ല. എന്നെ 2-3 പ്രാവശ്യം പിന്നെ സ്ട്രൈക്ക് അടിച്ച ടീംസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ടുള്ള ക്ലിപ്പ് കാണിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള ചാനൽസൊന്നും ഇഷ്യൂസ് ഇല്ല, നോക്കിക്കോളൂ. ഇവിടെ രേണു ഞെട്ടില്ല. എന്തിനാണ് അമ്മ അവിടെ ഞെട്ടുന്നത്? ഇതും കാര്യങ്ങളൊന്നും അറിയില്ല. അഭിനയിച്ചോ, സിനിമയിൽ അഭിനയിച്ചോ, പക്ഷെ ഇതുപോലെ റിയൽ ലൈഫിലേ നമ്മൾ കാണുന്നവർ ഇപ്പോഴും അല്ല ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ പൊട്ടന്മാരാണോ ഒരു വിചാരം? നോക്കിക്കോളൂ അഭിനയം. ഫിറോസ് വന്ന് ബുൾഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയ പോലെ നിരത്തുന്നു. ആഹാ, എന്താണ് ആഹാ പറഞ്ഞിട്ടില്ലേ? വീട്ടിലെവിടെ ഒരു കല്ലെടുത്ത് നോക്കാൻ ഒന്നും പറ്റില്ല, ആണി അടിക്കാൻ പറ്റത്തില്ല. ആണി ഇയാളെന്താ ഫ്രണ്ട്സിലെ മറ്റേ എന്താ പറയുക, ഫ്രണ്ട്സിൽ നീ ആണി പറിക്കണ്ടാറില്ലേ ജഗച്ചേട്ടൻ പറഞ്ഞാൽ? ഇയാളെ പ്രശ്നം ഫുൾ ആണിയടിയാണ്. ഈ ഫിറോസിലെ ഈ ഗ്രൂപ്പിലെ ഉയർത്താനായിട്ട് ഞാൻ ഒരുപെട്ടോ ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. അതിന് കാരണം എന്നിൽ എനിക്കൊരു ബോധം ഉണ്ടായിരുന്നു. ഇത് ദാനം തന്നാണ് കുഞ്ഞുങ്ങൾക്ക്, നമ്മൾ കുറെ ഒതുങ്ങി ഒക്കെ ഇരിക്കണം. ഇത്ര ആശ കൊണ്ടായിട്ട് ഞാൻ വേണ്ടിയില്ല. അയാൾക്ക് അയാൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇവർക്ക് ഇത് ദാനം തന്നാന്നുള്ള ബോധം ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളൊന്ന് കാണണം. ഞാനത് വീഡിയോ എടുത്ത് ഞാൻ കാണിക്കാം. തേപ്പ് മുഴുവൻ പോയിക്കൊണ്ടിരിക്കാം. ഈ ഭിത്തി ഇങ്ങനെ പല്ല് അടിച്ച പോലെ ആയിരിക്കും മുഴുവൻ. അത് മാത്രമേ കുഴപ്പമുള്ളൂ. സിറ്റ് ഔട്ടില്ല, നിങ്ങൾ ഞാൻ നാളെ കാണും. ഈ സിറ്റ് ഔട്ടിന്റെ ബീമിന്റെ അടിഭാഗം വട്ടത്തിൽ ഇത്രയും പെടുന്ന ലീക്കുണ്ടോ? അണ്ണാ നമുക്ക് ഇതിനൊന്നും നേരമില്ല. ഞാനിത് വീഡിയോ ക്ലിപ്പ് അധികം പ്ലേ ചെയ്യുന്നില്ല. ദയവ് ചെയ്ത് നിങ്ങൾ അതിൽ പോയി കാണുക. കാരണം കുറേ കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. എനിക്ക് എക്സ്ട്രീംലി സോറി. ഇപ്രാവശ്യം എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മളെ വ്യൂവേഴ്സിനോട് നമ്മൾ ജസ്റ്റിസ് കാണിക്കാൻ പറ്റാത്ത കാരണം എന്താ അറിയോ? എനിക്ക് ഈ സ്ട്രൈക്ക് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ്. നമ്മൾ ക്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ട്രൈക്ക് അടിക്കും. എനിക്ക് ഓൾറെഡി കിട്ടിയതാണ്. അടിച്ചു എന്ന് വിചാരിച്ചാൽ വളരെ തേങ്ങയില്ല. നമ്മളത് അടുത്ത പരിപാടി കാണും. കാരണം ഇപ്പോൾ 2-3 ചാനലുണ്ട്. ഒരു ചാനലിൽ കിട്ടി അടുത്തതിൽ നമ്മൾ പറയാനുള്ള ഡബിൾ ഡോസിൽ പറയും. ഞാൻ ആ ഒരു ഇപ്പോൾ പഴയ പോലെയും കൂടെ അല്ല, എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തുടങ്ങലാണ്. പിന്നെ ക്ലിപ്പും ഇല്ല, ഹെയർ ബാൻഡും ഇല്ല, അടിച്ച് പൊളിച്ചളയും. അത് പോട്ടെ. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് എന്താ പറയുക, ഉളുപ്പില്ല നാളല്ല എന്നല്ല പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് ഈ ഒരു വർഗ്ഗം ഉണ്ടല്ലോ, ഒരു തുള്ളി നന്ദിയില്ലാത്തൊരു വർഗ്ഗം ഉണ്ടല്ലോ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. സീരിയസ്ലി, യു ഡോണ്ട് ഹാവ് എ റൈറ്റ് ടു സ്പീക്ക്. ഇതുപോലുള്ള ആൾക്കാർക്ക് ഉണ്ടല്ലോ, ഇതുപോലെ ഞാൻ അങ്ങനെ പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നിപ്പോവാണ്. ഒന്നുമില്ലാത്ത ആൾക്കാർ അങ്ങനെ നമ്മൾ പറയാൻ നമ്മൾ ആരും അല്ല, ദൈവത്തെ മറന്ന് പറയല്ല. മനുഷ്യൻ്റെ അവസ്ഥയാണ്, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല, ക്ഷമിക്കണം. ഓപ്പണായിട്ട് സംസാരിക്കണം എന്നുണ്ട്. പക്ഷെ ഇതാണ് എനിക്ക് വരുന്ന ബ്ലോക്ക്. നമ്മളപ്പോൾ ചിന്തിച്ചു പോകും, ഭഗവാനെ ഈ അവസ്ഥ ആർക്കും വരരുതേ എന്ന് പറഞ്ഞ് ചിന്തിച്ചു പോകും. ഇതിങ്ങനെ ഒരു സംഗതിയിൽ കിട്ടിയിട്ടുള്ള ഒരു ഇതാണെന്ന് മനസ്സിലാക്കുക. വീടാന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഒരു രമ്യതയിൽ എന്താ പറയുക, ഒരു പരസ്പരം ഇതിൽ പോകാൻ നോക്കുക. ഒന്നത്. രണ്ടാമത്തെ വിഷയം, ഇപ്പോഴും നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ആ കോർ ഇഷ്യൂ ഉണ്ടല്ലോ, കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഫാക്ടർ ഇപ്പോഴും പുറത്ത് തന്നെയാണ്. ഇത് കാണുന്നവർക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇന്നത്തെ ഇൻ്റർവ്യൂ കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ വലിയൊരു വിഭാഗത്തിന് ഇതായിട്ടുണ്ടാവും. ഇയാൾ ചിലപ്പോൾ വീടിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നു, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. സംഗതി സത്യമാണ്, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അവിടെ ഒരു ഈഗോ, അവർ തമ്മിലൊരു പ്രശ്നം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്നുമല്ല നമ്മളെ പ്രശ്നം. ആ വീട് വെച്ച് കൊടുത്ത് കൊല്ലം സുധിയുടെ കുടുംബത്തിനാണ് രേഷ്മ പി തങ്കച്ചൻ, സോറി അതെ മറ്റേ രേഷ്മ പി തങ്ക രേണു സുധിക്കും 2 മക്കൾക്കുമാണ്. പോട്ടെ, രേണു സുധിയിലെ 2 മക്കൾക്ക് വേണ്ടിയിട്ടാണ് വീട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ആ മൂത്ത മകന് അവിടെ പുല്ല് വിലയാണ് എന്നുള്ളത് ഏകദേശം ക്ലിയറായിട്ട് ആ വീഡിയോ കണ്ട സമയത്ത് മനസ്സിലായി, തുടർന്നുള്ള കാര്യങ്ങളിൽ മനസ്സിലായി. ഇനി ഏറ്റവും ഫൈനലായിട്ട് ഇന്നത്തെ ഇൻ്റർവ്യൂ കൂടി കണ്ട സമയത്ത് ഇയാളുടെ ഈ പ്രസ്താവന, കൊച്ചിനെ നിങ്ങൾ നോക്കുമോ, കൊച്ചിനെ നിങ്ങൾ ഇത് നമ്മളായിട്ടാണ് അല്ല, അത് എല്ലാം കൂടി നമ്മളെ നിലയ്ക്കായി പറഞ്ഞാൽ നമ്മളല്ല നോക്കേണ്ടത്, നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടത്. ആ ചോദ്യങ്ങളൊന്നും ഇതുപോലെ ഒന്നും പറയാൻ പാടില്ല. അതൊക്കെ അയാളുടെ ആ ഒരു ക്ലാസ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ ആദ്യം ഇത് കണ്ട സമയത്ത് തോന്നി, ഈശ്വര വീടിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് ഇയാൾ പറഞ്ഞത് കറക്റ്റായിരിക്കും. ചിലപ്പോൾ എന്താ വെച്ചാൽ ഈ മകൾക്ക് വേണ്ടി വീട് കെട്ടിക്കഴിഞ്ഞാൽ മകളെ പൈസ കൊണ്ട് വീട് കെട്ടി മകളൊക്കെ വിദേശത്തുള്ള സമയത്ത് ആ ഒരു ടൈപ്പ് ഇയാൾ മകൾ കാശ് മുടക്കിയിട്ട് വീട് കെട്ടുമ്പോൾ മകൾ പുറത്ത് എന്നിട്ട് ആ മകളുടെ വീട് നോക്കി നടത്തുന്ന ഒരു അച്ഛൻ ഉണ്ടല്ലോ, വളരെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നടത്തുന്ന ഒരു അച്ഛൻ്റെ വികാരമായിട്ടൊക്കെ നമുക്ക് ചില ആൾക്കാർക്ക് ഈ വീട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ. ചില ആൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കും.
പറഞ്ഞുകൊണ്ട് തോന്നരുത്, ഒന്നും കൂടി വീണ്ടും കണ്ടു നോക്കൂ. നിങ്ങൾ മൈൻഡിൽ ഇത്ര മാത്രം ചിന്തിക്കുക, ഈ വക കാര്യങ്ങൾ കാണുന്ന ആൾക്കാർ ഇത്ര മാത്രം ചിന്തിക്കുക. ഏകദേശം ഒരു 10-11 മാസം മുന്നേ ഇവരെവിടെയായിരുന്നു, ഇവരുടെ സിറ്റുവേഷൻ എന്തായിരുന്നു, ഇവരുടെ നല്ല ഏതൊരു മനുഷ്യനും വരാൻ പോകുന്ന സിറ്റുവേഷനാണത്. അപ്പോൾ അത് മാറിക്കഴിയുന്ന സമയത്ത് മിണ്ടാതിരിക്കുക. യു ഡോണ്ട് ഹാവ് എ റൈറ്റ്, വേർ യു ഡോണ്ട് ഹാവ് എ റൈറ്റ് നിങ്ങൾ സിപ്പ് യുവർ മൗത്ത് എന്നറിയില്ലേ കുട്ടികൾ പറയും. സിപ്പ് എന്ന് പറഞ്ഞാൽ മിണ്ടാതെ വായ അടയ്ക്കുക, മിണ്ടാതിരിക്കുക, അധികം സംസാരം വേണ്ട, ഡയലോഗുകൾ കുറയ്ക്കുക. ഏതായാലും രേണു സുധി, നിങ്ങൾ ഈ വീഡിയോ ഒന്നും കാണില്ല എന്നുള്ള അറിയാം, പക്ഷെ ഒരു കാര്യം പറയാം, നാടകം പരിപാടിയും കാര്യങ്ങളൊക്കെ ഉഷാറാവുന്നുണ്ട്. ഗെറ്റ് റെഡി ഫോർ ബിഗ് ബോസ്. ഒറ്റ കാര്യത്രേ പറയുന്നുള്ളൂ. ഇന്നിപ്പോൾ ഇയാൾ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കാണാത്തവരോടൊരു കാര്യം കൂടി പറയട്ടെ. ഈ വ്യക്തി തങ്കച്ചൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ സംസാരിക്കുന്ന സമയത്ത് ഇയാളുടെ ഓരോ പഞ്ച് ഡയലോഗ് എന്ന് ഇയാൾക്കും ഇവരെ ആൾക്കാർക്കും തോന്നുന്ന ഓരോ പഞ്ച് ഡയലോഗുകൾക്കും രേണു സുധിയുടെ ആറ്റിറ്റ്യൂഡ് കാണണം അപ്പുറത്തിരുന്നിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് നോക്കിയ അമ്മനെ എന്തറിയോ, എന്താ പറയുക, യജ്ജാതി ആറ്റിറ്റ്യൂഡ്. എന്ത് കണ്ടിട്ടാന്ന് ചോദിക്കുന്നില്ല. അവരുടെയൊക്കെ കണ്ണിലൊക്കെ അവർ വലിയ അവരുടെ യൂണിവേഴ്സിൽ വലിയ ആൾക്കാരായിട്ടുണ്ടാവാം. പക്ഷേ അഹങ്കരിക്കരുത് എന്ന് മാത്രം പറയുക. നമ്മളാരും പറയാൻ ആരുമല്ല, അവരുടെ ഇഷ്ടമാണ്, അവർ അഹങ്കരിച്ചോട്ടെ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതെല്ലാം ചെയ്യുന്നത് ഓഗസ്റ്റ് 3 ബിഗ് ബോസിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് 100-110% കീറും. അതല്ല അവരതിൻ്റെ ഉള്ളിൽ ജെന്യൂനായിട്ടാണെങ്കിൽ അത് വേറെ കഥ. പക്ഷേ ഈ പരിപാടി കൊണ്ട് ഓഗസ്റ്റ് 3 അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ വെച്ച് കയറാം. പിന്നെ വേറൊരു സർപ്രൈസ് പാക്കേജ് വരുന്നുണ്ട്. അത് വേറൊരു സംഭവമുണ്ട്. നമ്മൾ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തില്ലേ, ലിപ് ലോക്കിൻ്റെ കേസ്, ഏത് നമ്മളെ പ്രതീക്ഷൻ ലിപ് ലോക്കും അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം വരുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ. സോറി ബാക്കിയുള്ള ക്ലിപ്പ് കാണിക്കാൻ പറ്റാത്തതിൽ. ഇനി വേറെ കാര്യങ്ങളൊന്നും വിട്ടുപോയി. ഞാൻ കുറേ സംഭവമൊക്കെ എഴുതി, എന്തോ ഭക്ഷണം കൊടുത്ത കേസോ, പിന്നെ ഇയാൾ പറഞ്ഞിട്ട് ഞാൻ ബിഷപ്പിനായിട്ടൊക്കെ ഇയാൾക്ക് ഭയങ്കര ടേംസ് ഉള്ള പോലെ, എന്താ അറിയില്ല. എന്തായാലും രേണു സുധിക്ക് ആ വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ളത് ഏകദേശം ഇൻ്റർവ്യൂ കാണുന്ന സമയത്ത് മനസ്സിലാവും. രേണുവിനെ അവിടുത്തെ ഒരു കാര്യം അറിയില്ല, കാരണം അവർ ചിലപ്പോൾ ജോലിക്ക് പോകുമായിരിക്കും, അവർക്ക് അവിടുത്തെ കാര്യം അത് നോക്കാനാവും ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. എന്തായാലും ആ ചെക്കൻ്റെ കാര്യം കഷ്ടം അല്ലേ. വാട്ട് എവർ. എന്തായാലും ഇതാണ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. പറ്റുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇപ്പോഴും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോക്കൂ, നമുക്ക് ആരും നശിക്കണം എന്നില്ല, നമ്മൾ ആരും എതിർക്കുന്നില്ല. ഒരു പ്രാവശ്യം കൂടി ഫൈനലായിട്ട് ഇത് പറയട്ടെ, രേണു സുധിയോട് നമുക്കൊരു ദേഷ്യമില്ല. ഞാൻ സപ്പോർട്ട് ചെയ്തൊരു സ്ഥലത്ത് നിന്ന് മാറേണ്ട സിറ്റുവേഷൻ വന്നല്ലോ. അത് ഒരുപാട് പേര് മാറി, നമുക്കൊരു ദേഷ്യമില്ല. അവർ നശിക്കണമെന്നില്ല, അവർ കുടുംബം പിരിയണമെന്നില്ല. പക്ഷെ ആ കുടുംബം ഇല്ല. ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് നമ്മൾ അറിഞ്ഞതിൽ നിന്ന് ഇതാണ് സ്ഥിതി. ഇല്ലെങ്കിൽ കിച്ചു ഈ വീഡിയോ കാണുമെന്നുള്ള അറിയില്ല, വന്ന് വീഡിയോയിൽ പറ, ഞങ്ങളൊക്കെ വായടയ്ക്കും. ഞാൻ വായടയ്ക്കും, ഞാൻ മിണ്ടില്ല. പിന്നെ സീരിയസ് ആയിട്ട് എനിക്ക് മിണ്ടാവുന്നില്ലല്ലോ. പിന്നെ ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല. എനിക്ക് ആ വീട്ടിലെ അധികാരമുണ്ട്, എന്നെ വിടൂ, എനിക്ക് വീട്ടിൽ അധികാരമുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഞങ്ങൾ തമ്മിൽ നോക്കിക്കോളാം. എൻ്റെ അമ്മയാണ്, അമ്മ അച്ഛൻ, അമ്മ മകൻ, മകൻ അമ്മ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എൻ്റെ അമ്മയാണിത്. ചെയ്തൂടെ? അമ്മയാണെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിൽ ചെയ്തൂടെ? പോയി കാണൂ. രണ്ടാമത്തും ചാനലുണ്ട്. ഒരുപോലെ എത്ര ചാനൽസ് വന്ന് കവർ ചെയ്യും. ആരുടെയൊക്കെ വായടയ്ക്കാം. കിച്ചു ചെല്ലു, അമ്മയുടെ തോള് കൈയിടൂ, രേണു സുധിയുടെ തോള് കൈയിട്ട് പറയൂ, എൻ്റെ അമ്മയാണ്, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, അനാവശ്യ വർത്തമാനങ്ങൾ പറയരുതെന്ന് ഒരൊറ്റ വർത്തമാനം ആൺകുട്ടികളെ മാതിരി കിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആരും മിണ്ടില്ല, ഞാനും മിണ്ടില്ല, ആരും മിണ്ടില്ല. നിങ്ങൾക്ക് അപ്പം നമുക്ക് ഏകദേശം മനസ്സിലാവും. പക്ഷെ അത് മിണ്ടാത്തോടത്തോളം കാലം അത് മിണ്ടില്ല, അങ്ങനെ പറയില്ല. കാരണം അതിന് സത്യാവസ്ഥ വേറെ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഏതായാലും പപ്പ വല്ലാത്ത പപ്പ ഭരണം വേണ്ടപ്പാ. ഇത് ന്യൂയോർക്ക് സിറ്റി ഒന്നല്ല, പക്ഷെ പപ്പാൻ്റെ ഭരണം വല്ലാത്ത പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ അല്ലേ. പപ്പ എന്തായിരുന്നു ഇന്നത്തെ മറ്റേ ചാനൽ? ഞാൻ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ഒരു വരവ് കൂടി നമ്മളും വരേണ്ടി വരും പപ്പ വരികയാണെങ്കിൽ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.